നമസ്കാരം. മകരം രാശിക്കാരുടെ 2025 സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ആദ്യം മകരം രാശിയിൽ വരുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഉത്രാടം അവസാന 3 പാദം, അവിട്ടം, തിരുവോണം ആദ്യ 2 പാദം എന്നീ നക്ഷത്രക്കാരാണ് മകരം രാശിയിൽ വരുന്നത്. 27 നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ പുതുവർഷ ഫലം വിശദമായി തന്നെ ചാനലിൽ ലഭ്യമാണ്. ആ വീഡിയോകൾ കൂടി കാണുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് മകരം രാശിക്കാരുടെ ചില സ്വഭാവ സവിശേഷതകളെ കുറിച്ചാകുന്നു. ഈ രാശിക്കാർ പൊതുവെ സ്ഥിര സ്വഭാവം വച്ച് പുലർത്തുന്നവരാകുന്നു. സ്വതന്ത്രമായ ചിന്താഗതിക്കാരായ ഈ കൂട്ടർ ആത്മവിശ്വാസം ഉള്ളവരും നല്ല മനഃശക്തി ഉള്ളവരും ഒട്ടും തന്നെ ബഹളം കാണിക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരുമാണ്. കഠിന പ്രയത്നം നടത്തുന്നവരാണ്. പ്രായോഗിക ബുദ്ധി ഉള്ളവരാകുന്നു. ആരോട് എങ്ങനെ പെരുമാറണം എന്ന അറിവ് ഇവർക്കുണ്ട്. ആത്മാർത്ഥത തുടങ്ങിയ സ്വഭാവങ്ങൾ ഇവരുടെ പ്രത്യേകതയുമാകുന്നു. കൂടാതെ അമിത വികാര പ്രകടനങ്ങൾക്കൊന്നും ഇവരെ ലഭിക്കില്ല, അഥവാ അവരെ കിട്ടുന്നതല്ല. ഏതൊരു വലിയ പ്രോജക്റ്റിന്റെയും പിന്നിൽ അത് ഭംഗിയായി തീർക്കുന്ന കാര്യത്തിലും മകരം രാശിക്കാരെ കാണുവാൻ സാധിക്കും. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ഇവർ മിടുക്കുള്ളവരാകുന്നു. സ്വന്തം തീരുമാനങ്ങളെ വിമർശന ബുദ്ധിയോടെ അപഗ്രഥിച്ചതിന് ശേഷം മാത്രം നടപ്പാക്കുവാൻ താല്പര്യം കാട്ടുന്ന ഇവർ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും ഏത് കാര്യത്തിലും അച്ചടക്കം വേണം എന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നവരാകുന്നു. വിജയം മാത്രം മുന്നിൽ കാണുന്നത് കൊണ്ട് വളരെ നിശബ്ദമായി പ്രതിബന്ധങ്ങളെ തട്ടി നീക്കി മുന്നോട്ട് പോകുവാനും ഇവർ മിടുക്കരാകുന്നു. ഒരു പ്രോജക്റ്റിന്റെ വിജയത്തിനായി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുകയും അതിന്റെ ഫലം അറിയുന്നതിനായി ക്ഷമയോടെ കാത്തിരിക്കുവാനും ഈ കൂട്ടർക്ക് മടിയില്ല. ഉറച്ച തീരുമാനങ്ങളും ഉയർന്ന ലക്ഷ്യവും വച്ചു പുലർത്തുന്ന ഇവർ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എത്ര തന്നെ പണിയെടുക്കുന്നതിനും തയ്യാറാകുന്നവരുമാണ്. മേലധികാരികളെ ബഹുമാനിക്കുന്നതിനും അവരുടെ പ്രശംസ നേടുന്നതിലും ഇവർ എപ്പോഴും വിജയിക്കാറുമുണ്ട്. ഇവരുടെ കുടുംബസ്നേഹവും എടുത്ത് പറയേണ്ടതായ ഒരു സവിശേഷത തന്നെയാകുന്നു. ഇനി രാശിക്കും ശനിക്കും ബലക്കുറവും പാപബന്ധവുമുണ്ട് എങ്കിൽ ജീവിത വിജയത്തിനായി ഇവർ വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും ആധുനിക ജീവിത രീതിയോട് പൊരുത്തപ്പെടേണ്ടതായി വരും. അപ്പോഴും പാരമ്പര്യ രീതികളിൽ പിടിച്ചു നിൽക്കാതെ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. മേലധികാരികളെ ബഹുമാനിക്കുന്നതിലും അംഗീകരിക്കുന്നതിലും പിശുക്ക് കാണിക്കാത്ത ഇവർ സഹപ്രവർത്തകരോടും കീഴ് ജീവനക്കാരോടുമുള്ള സമീപനത്തിൽ നയപരമായി തന്നെ പെരുമാറുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പിശുക്ക് കാണിക്കുകയാണ് എങ്കിൽ മറ്റുള്ളവർ നമ്മെ മുതലെടുക്കുകയാണ് എന്ന തോന്നൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് പെരുമാറുവാൻ നിർബന്ധിതരായി തീരുകയും ചെയ്യും. മറ്റുള്ളവരുടെ കൂടി സഹായത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ലഭിക്കുന്നതായ അംഗീകാരം അവരുമായി പങ്കിടുകയും വേണം. അല്ലെങ്കിൽ മേലിൽ സഹകരണം ലഭിച്ചില്ല എന്ന് വരാം. ഞാനെന്ന ഭാവം വേണ്ടിടത്ത് മാത്രം കാട്ടുക. അതേപോലെ ഒരേ സമയം പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ നിങ്ങൾ ശ്രമിക്കാതെ ഇരിക്കേണ്ടതുമായിട്ടുണ്ട്. പകരം ഒരു കാര്യം ഭംഗിയായി തീർത്തതിന് ശേഷം അടുത്ത കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചാൽ അഥവാ തോൽവി സംഭവിച്ചാൽ ധൈര്യപൂർവം അതിനെ നിങ്ങൾ നേരിടുക തന്നെ വേണം. അല്ലാതെ വിഷാദനായി ഇരിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം മനസ്സിൽ കൊണ്ട് നടക്കരുത് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ നമുക്ക് ലഭിക്കാത്തത് വേറെ ആർക്കും കിട്ടരുത് എന്ന മട്ടിൽ നശിപ്പിക്കുവാനും ശ്രമിക്കരുത്. അതിന് മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെ നിയന്ത്രിക്കണം. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് ആരുമായും അടുക്കുന്ന സ്വഭാവക്കാരല്ല നിങ്ങൾ. അതിനാൽ തന്നെ ലഭിക്കുന്നതായ കൂട്ടുകാരുമായി
നിലവിട്ട് കൂടുകയും അത് മുതലെടുപ്പിൽ അവസാനിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം. അലസ മനോഭാവം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന തോന്നലും പിന്നീട് ഒന്നും തന്നെ ചെയ്യാൻ തോന്നാത്തതായ അവസ്ഥയും അതിനാൽ തന്നെ മടിയും ജീവിതത്തിൽ വന്നു ചേരാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അലസത, അതായത് ഇങ്ങനെ ഉണ്ടാകുന്നതായ കാര്യങ്ങൾക്ക് അലസത വെടിഞ്ഞ് വീണ്ടും പരിശ്രമിക്കുകയാണ് വേണ്ടത്. അതിനുള്ള കഴിവ് താങ്കൾക്കുണ്ട് അഥവാ നിങ്ങൾക്കുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. അതുപോലെ വളരെ ധൈര്യമായി സംസാരിക്കാതെ സ്ഫുടമായി ആത്മവിശ്വാസത്തോടെ സംസാരിക്കുകയും വേണം. ദുഃഖിക്കാൻ കാരണമന്വേഷിച്ച് നടക്കുന്നവരുണ്ടാകാം. നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുവാൻ ഇട വരുത്തരുത്. കൂടാതെ പ്രായം കൂടിയവരാണ് എങ്കിലും ശരി, മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ സാഹചര്യം നിങ്ങളായി ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല. കൂടാതെ മറ്റുള്ളവരെ കൊണ്ട് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ ധനം ഉണ്ടാക്കുവാൻ ഏത് വഴിയും സ്വീകരിക്കുന്നവരാണ് എന്ന് പറയിപ്പിക്കാതിരിക്കുക. അന്യായമായ മാർഗങ്ങളിൽ ഉണ്ടാക്കുന്നതായ ധനം ഒരിക്കലും മനസമാധാനം നൽകില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സ്വാർത്ഥതയും ഒരിക്കലും നന്നല്ല. ഇനി 2025 പ്രധാന ഗ്രഹങ്ങളുടെ നില പരിശോധിക്കാം. ഇവ എപ്രകാരം മകരം രാശിക്കാരുടെ ജീവിതത്തെ 2025 മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും എന്ന് മനസ്സിലാക്കാം. വർഷാരംഭവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ 12 രാശിയിൽ നിൽക്കുന്നതായ സൂര്യൻ, ബുധൻ, ശുക്രൻ 12 രാശിയിലും 2 ഭാവത്തിൽ രാശികളിലൂടെ മുന്നോട്ട് രാശി മാറുന്നു. ശനി മാർച്ച് അവസാനം വരെ 2ാം ഭാവം കണ്ടകശനി, ശേഷം 3ാം ഭാവത്തിലേക്ക്. രാഹുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെയ് പകുതി വരെ 3ാം ഭാവത്തിൽ, ശേഷം 2 ഭാവരാശി മാറുന്നതാകുന്നു. കേതുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെയ് പകുതി വരെ 9 രാശിയിൽ, ശേഷം അഷ്ടമത്തിലേക്ക് മാറും. ഗുരുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെയ് പകുതി വരെ 5-ൽ, ശേഷം 6-ലും, അത് ഒക്ടോബർ പകുതി വരെ ആകുന്നു. ശേഷം 7-ൽ ഡിസംബർ ആദ്യവാരം വരെ കഴിഞ്ഞ് വക്രത്തിൽ ഗുരു 6 രാശി മാറുന്നതുമാണ്. കുജൻ വർഷാരംഭത്തിൽ ജൂൺ 6 വരെ 7 രാശിയിൽ വക്രത്തിലും നിർചലനത്തിലുമായി 6-ലും 7-ലും തുടരുന്നതുമാണ്. ഗ്രഹനില പ്രകാരം ഓരോ വ്യക്തിക്കും ഇനി പറയുന്ന പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഓരോ നക്ഷത്രക്കാരുടെയും, അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ പുതുവർഷഫലം വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രമിക്കുക. ഈ വീഡിയോയിലൂടെ മകരം രാശിക്കാരുടെ പൊതുഫലം ഇനി അഥവാ 2025 അറിഞ്ഞിരിക്കേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു. വർഷാരംഭത്തിൽ ക്ഷീണം, അസ്വസ്ഥതകൾ, നേത്രം, ഉദരരോഗം, ആമാശയരോഗം എന്നീ രോഗങ്ങൾ, തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ആഹാര കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു. എന്നാൽ മാർച്ച് അവസാനത്തോടെ ആരോഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. എന്നിരുന്നാലും രക്തസംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. യോഗ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായി തീരും. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ഒക്ടോബർ ഡിസംബർ മാസങ്ങൾ ആരോഗ്യം മെച്ചപ്പെടുന്നതായ സമയമാകുന്നു. ആ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. കാരണം ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വർഷത്തിന്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും. സ്ഥാനക്കയറ്റം പോലും ലഭിക്കാവുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. ആഗ്രഹിക്കുന്നതായ സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നതിന് ഫലം ലഭിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. മത്സര പരീക്ഷകളിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ മെയ്ക്ക് ശേഷം തൊഴിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതായ ഒരു സമയമാകുന്നു. എന്നാൽ സംസാര കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട്.
മെയ് പകുതി വരെ വിദേശത്ത് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മെയ് പകുതി മുതൽ വിദേശത്ത് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ ഒരു സമയമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആദ്യ 3 മാസങ്ങളിൽ അല്പം ശ്രദ്ധ അല്ലെങ്കിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെ പരാമർശിക്കാം. മെയ് പകുതി മുതൽ ലാഭം ഗുണം വർദ്ധിക്കുന്നതായ സമയമാണ് വന്നു ചേരുക. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാകുന്നു. ഡിസംബർ വരെ നിങ്ങൾക്ക് ലാഭ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. വിദ്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഉന്നത വിദ്യാഭ്യാസ യോഗം നിങ്ങൾക്ക് അനുകൂലമായി തീരാം, അല്ലെങ്കിൽ അത്തരം യോഗം വന്നു ചേരും. മാർച്ച് ഏപ്രിൽ വരെ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ബുദ്ധി വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കുന്നതായ ഫലം പല കാര്യങ്ങളിലും ലഭിച്ചു എന്ന് വരാം. ഉന്നത വിദ്യാഭ്യാസ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. വിദേശത്ത് പഠനം ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ചതായ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. ധനപരമായ കാര്യങ്ങളിൽ അല്പം കൂടി നേട്ടങ്ങൾ അല്ലെങ്കിൽ ധനാഗമനം വർദ്ധിക്കുന്നതായ ഒരു സമയമാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. മെയ് പകുതി വരെ ധനത്തിന്റെ ചിലവ് വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ദൂരയാത്രകളുമായി ബന്ധപ്പെട്ട് ചെലവ് വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ ചിലവ് വർദ്ധിക്കുന്നതായ സമയമാകുന്നു. വീട് പുതുക്കി പണിയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒക്ടോബർ ഡിസംബർ മാസങ്ങൾ സാമ്പത്തികപരമായ മാറ്റങ്ങൾക്ക് അനുകൂലമായി തീരും. സാമ്പത്തികപരമായ ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. വിവാഹ ആലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ അഥവാ അനുകൂലമായ ആലോചനകൾ വന്നു ചേരുവാൻ സാധ്യത ഒരല്പം കൂടുതൽ തന്നെയാകുന്നു. തുടക്കത്തിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും മെയ് പകുതി വരെ ആലോചന അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. മെയ് പകുതിക്ക് ശേഷം പ്രണയത്തിൽ അല്പം പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ തുടക്കത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഏപ്രിൽ മെയ് മാസങ്ങൾ ദാമ്പത്യ ക്ലേശങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജൂലൈ മുതൽ ഒക്ടോബർ വരെ പ്രത്യേക ശ്രദ്ധ വേണം. ശേഷം ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഈ സമയം വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മകരം രാശിക്കാരുടെ 2025 പുതുവർഷ ഫലം ഇപ്രകാരമാകുന്നു. പരാമർശിച്ചിരിക്കുന്നത് പൊതുഫല പ്രകാരമാണ്.